എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിശ്ശബ്ദമായി ജോലി ചെയ്യുന്ന ചില അദൃശ്യ ശക്തികളുണ്ട്. ഇവയില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗെയിം കളിക്കാനോ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാനോ എന്തിന് മൗസ് ഒന്ന് അനക്കാൻ പോലും പറ്റില്ല. അതാണ് ഡിവൈസ് ഡ്രൈവറുകൾ. ഇന്ന് നമ്മൾ ഈ അറിയപ്പെടാത്ത നായകന്മാരുടെ രഹസ്യം ചുരുളഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്ത് ഒരൊറ്റ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരൊറ്റ മാക്-OS, പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തരം മൗസുകളും കീബോർഡുകളും പ്രിന്ററുകളുമുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഒരു കുഴപ്പവുമില്ലാതെ ആ ഒരൊറ്റ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഓരോ ഹാർഡ്വെയർ ഉപകരണവും സംസാരിക്കുന്നത് അതിൻ്റേതായ ഒരു പ്രത്യേക ഭാഷയാണ്. നിങ്ങളുടെ പ്രിന്ററിന് മനസ്സിലാവുന്ന ഭാഷയല്ല ഗ്രാഫിക്സ് കാർഡിന്റെ ഭാഷയല്ല കീബോർഡിന്. അപ്പോൾ പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ പല ഭാഷ സംസാരിക്കുന്നവരോടൊക്കെ എങ്ങനെ ഒന്നിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? അല്ലേ, ഒരാശയക്കുഴപ്പമായാലും. അവിടെയാണ് നമ്മുടെ ഹീറോ വരുന്നത്. ഈ പ്രശ്നത്തിനുള്ളൊരു കിടിലൻ പരിഹാരമാണ് ഡിവൈസ് ഡ്രൈവർ. നമുക്കിതിനെ ഒരു യൂണിവേഴ്സൽ ട്രാൻസ്ലേറ്റർ, അതായത് ഒരു സാർവത്രിക പരിഭാഷകൻ എന്ന് വിളിക്കാം. ഈ ആശയം മനസ്സിൽ വെച്ചോളൂ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, എന്താണ് ഒരു ഡിവൈസ് ഡ്രൈവർ? വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയറാണ്. ഇതിന് ഒരൊറ്റ ജോലിയേ ഉള്ളൂ: ഒരു പ്രത്യേക ഹാർഡ്വെയർ, അത് ചിലപ്പോൾ പ്രിന്ററാവാം, മൗസാവാം, അതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പരിഭാഷകന്റെ കാര്യം ഓർമ്മയില്ലേ? അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ വിൻഡോസ്, ഒരു പൊതുവായ കമാൻഡ് കൊടുക്കും. ഉദാഹരണത്തിന് വെറും പ്രിന്റ് ചെയ്യൂ എന്ന്. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രത്യേക മോഡൽ HP പ്രിന്ററിന് ആ പൊതുവായ ഭാഷ മനസ്സിലാവില്ല. അതിനതിൻ്റേതായ ടെക്നിക്കൽ ഭാഷയുണ്ട്. അപ്പോൾ ഈ പ്രിന്റ് ചെയ്യൂ എന്ന കമാൻഡിനെ ആ പ്രിന്ററിന് മാത്രം മനസ്സിലാവുന്ന കൃത്യമായ നിർദ്ദേശങ്ങളാക്കി മാറ്റിക്കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഡിവൈസ് ഡ്രൈവർ. ഓക്കെ, ഈ ഡ്രൈവറിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അതിന്റെ ബോസിനെ പരിചയപ്പെടണം. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിലെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്ന വലിയ മാനേജറാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതൊന്ന് നോക്കൂ. കമ്പ്യൂട്ടറിനെ നമുക്ക് പല തട്ടുകളായിട്ട് കാണാം. ഏറ്റവും അടിത്തട്ടിൽ നമുക്ക് തൊടാനും പിടിക്കാനുമൊക്കെ പറ്റുന്ന ഹാർഡ്വെയർ. ഏറ്റവും മുകളിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ. ഈ രണ്ടിനും ഇടയിലൊരു പാലം പോലെ പ്രവർത്തിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ ഇടനിലക്കാരനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഹാർഡ്വെയറുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരേയൊരു പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതൊരു റിസോഴ്സ് അലോക്കേറ്ററാണ്. അതായത് കമ്പ്യൂട്ടറിലെ വിലപ്പെട്ട വിഭവങ്ങളായ CPU സമയം, മെമ്മറി, മറ്റ് ഡിവൈസുകളൊക്കെ ആർക്ക്, എപ്പോ, എത്രത്തോളം കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ആ വലിയ മാനേജർ. ശരി, ബോസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഈ വലിയ സിസ്റ്റത്തിൽ നമ്മുടെ പരിഭാഷകനായ ഡ്രൈവർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് കണ്ടുപിടിക്കാനല്ലേ? ഒരു കമാൻഡ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നമുക്കൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കാര്യം തന്നെ എടുക്കാം. നിങ്ങളൊരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആ പ്രിന്റ് ബട്ടണിൽ ഒരൊറ്റ ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു നിമിഷം മുതൽ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിനുള്ളിൽ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നോക്കൂ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തലച്ചോറായ കേർണലിനും അതിനും താഴെയുള്ള ഫിസിക്കൽ ഹാർഡ്വെയറിനുമിടയിൽ ഒരു പ്രത്യേക ലെയർ കണ്ടില്ലേ? അതാണ് ഡിവൈസ് ഡ്രൈവർ ലെയർ. ഹാർഡ്വെയറിന്റെ തലവേദന പിടിച്ച ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുകളിലുള്ള ഭാഗങ്ങൾ അറിയേണ്ട കാര്യമേ ഇല്ല. അതെല്ലാം ഈ ഡ്രൈവർ ലെയർ ഒരു മറ പോലെ നിന്ന് ഭംഗിയായി കൈകാര്യം ചെയ്തോളും. അപ്പോൾ ആ പ്രിന്റ് കമാൻഡിന്റെ യാത്ര ഇങ്ങനെയാണ്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറയുന്നു പ്രിന്റ് ചെയ്യണം. സ്റ്റെപ്പ് 2, OSന്റെ IO സബ്സിസ്റ്റം ആ റിക്വസ്റ്റ് എടുക്കുന്നു. സ്റ്റെപ്പ് 3, അത് നേരെ ആ പ്രിന്ററിന്റെ സ്വന്തം ഡ്രൈവറിന് കൈമാറുന്നു. ഇനി സ്റ്റെപ്പ് 4, ഇതാണ് ഏറ്റവും പ്രധാനം. ആ ഡ്രൈവർ ആ പൊതുവായ പ്രിന്റ് കമാൻഡിനെ നിങ്ങളുടെ പ്രിന്ററിന് മാത്രം മനസ്സിലാവുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു കൊടുക്കുന്നു. അത്രയുള്ളൂ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഈ ഡിവൈസ് ഡ്രൈവറുകൾ ഇല്ലായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചേനെ? ലോകത്ത് പുതിയൊരു പ്രിന്റർ ഇറങ്ങുമ്പോൾ മൈക്രോസോഫ്റ്റ് അവരുടെ വിൻഡോസ് മുഴുവൻ ആദ്യം തൊട്ട് മാറ്റിയെഴുതേണ്ടി വന്നേനെ. അതൊരു ഭ്രാന്തമായ അവസ്ഥയായിരിക്കും. പക്ഷേ ഡ്രൈവറുകൾ ഉള്ളതുകൊണ്ട് എന്താണ് ഗുണം? പ്രിന്റർ കമ്പനി ആ പ്രിന്ററിനൊപ്പം ഒരു കുഞ്ഞ് ഡ്രൈവർ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമുക്ക് പുതിയ പുതിയ ഡിവൈസുകൾ ഇത്ര എളുപ്പത്തിൽ വാങ്ങി കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈയൊരു ഡിസൈൻ ഇത്ര വലിയൊരു സംഭവമായി മാറിയത്? കമ്പ്യൂട്ടർ ലോകത്തെ മാറ്റിമറിച്ച ഈ ആശയത്തിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണിത്. ഒന്നാമത്തേത് ആബ്സ്ട്രാക്ഷൻ. സിമ്പിളായി പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഓരോ ഡിവൈസിന്റെയും സാങ്കേതികമായ തലവേദനകളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഡ്രൈവർ അതെല്ലാം നോക്കിക്കോളും.
രണ്ടാമത്തേത് മോഡുലാരിറ്റി, അതായത് നമുക്കിഷ്ടമുള്ളപ്പോൾ ഒരു പുതിയ ഡിവൈസ് വാങ്ങാം, കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പഴയതെടുത്തു മാറ്റാം. ഇതൊന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബാധിക്കില്ല. മൂന്നാമത്തേത് സംരക്ഷണം. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് ഹാർഡ്വെയറിൽ നേരിട്ട് കയറി ഇടപെടാൻ പറ്റില്ല. ഡ്രൈവർ വഴിയേ പോകാൻ സാധിക്കൂ. ഇത് നമ്മുടെ സിസ്റ്റത്തിനെ കൂടുതൽ സ്റ്റേബിളും സുരക്ഷിതവുമാക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 70%. എന്താണ് ഈ 70% എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ലിനക്സ് പോലെയുള്ളൊരു മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു നോക്കിയാൽ അതിലെ ആകെ കോഡിന്റെ 70%-ലധികം എന്താണെന്നറിയോ? അതിലെ ആയിരക്കണക്കിന് ഡിവൈസ് ഡ്രൈവറുകളാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സിംഹഭാഗവും നമ്മളീ പറഞ്ഞ കുഞ്ഞൻ പരിഭാഷകരാണ് കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. പ്രശ്നം ഇതായിരുന്നു: പല ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ഹാർഡ്വെയറുകൾ. അതിനെ നിയന്ത്രിക്കാൻ ഒരു മാനേജർ വന്നു. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആ മാനേജർ ഓരോ ഹാർഡ്വെയറിനോടും സംസാരിക്കാൻ ഓരോ പരിഭാഷകരെ നിയമിച്ചു. അതാണ് ഡിവൈസ് ഡ്രൈവർ. ഇതിൻ്റെ എല്ലാം ഫലമായി എന്തുണ്ടായി? നമുക്കിന്ന് കാണുന്ന ഈ ഫ്ലെക്സിബിളായ, സ്റ്റേബിളായ കിടിലൻ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം കിട്ടി. അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാം. ഇന്നത്തെ ഡിവൈസുകൾ കൂടുതൽ സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? പ്രിന്ററുകൾക്കും ക്യാമറകൾക്കുമൊക്കെ ഇപ്പോൾ സ്വന്തമായി തലച്ചോറുണ്ട്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ എവിടെയാണ് ഈ ഡിവൈസ് ഡ്രൈവർ അവസാനിക്കുന്നത്? എവിടെയാണ് ആ ഉപകരണം തന്നെ തുടങ്ങുന്നത്? ഈ അതിർവരമ്പുകൾ പതിയെ മാഞ്ഞുപോകുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത തവണ കാണാം.